ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇന്ന് കതിവന്നൂർ വീരൻ തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മളവിടെ എത്തുമ്പോഴേക്ക് തോറ്റത്തിന് നിന്നിട്ടുണ്ടായിന്. ഒരു 6:30-7 മണിയെല്ലാം ആകുമ്പോഴേക്കും തോറ്റത്തിന് നിൽക്കും. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കരയപ്പാത്ത് കതിവന്നൂർ വീരൻ ക്ഷേത്രം എന്നാണ്. പിന്നെ നമ്മൾ പോയത് മെയിൻ സ്ഥലത്തേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. പായസവും കറികളെല്ലാം ആയിട്ട് അടിപൊളി സദ്യയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ പിന്നെയും തോറ്റം കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. നല്ല തിരക്കായിരുന്നു. അങ്ങനെ തോറ്റെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ് അടിച്ച് ആടെ എങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അനക്കാണെങ്കിൽ നല്ല ജലദോഷവും പനി തുമ്മൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചുമയായാലും പനിയായാലും എന്താ, തെയ്യം നമ്മൾ വേണ്ടാന്ന് വെക്കൂല മക്കളെ. എല്ലാ മരുന്നുകളും സെറ്റായി എടുത്തിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിന്. കതിവന്നൂർ വീരൻ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്ന എൻ്റെ കുറച്ച് വട്ട് പിടിച്ച ചങ്ങായിമാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അനക്ക് പിന്നെ ഇടക്കിടയ്ക്ക് ഇതായിരുന്നു പണിയുണ്ടായിന് കേട്ടാ. ഇനി കൊടിയിലത്തോറ്റം മേണിക്കുന്ന ചടങ്ങാണ്. കൊടിയിലത്തോറ്റം മേണിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മുഖത്തെഴുതാൻ വേണ്ടി കിടക്കുക. പിന്നെ തെയ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി. ഈ കൊടിയിലത്തോറ്റം മേണിച്ച് ഒരു 5 മണിയൊക്കെ ആകാണ്ടൊന്നും തെയ്യം കെട്ടി പുറപ്പെടൂല. അതുവരെ ഞങ്ങളെ സെൽഫി വീഡിയോസ് ഷോകളായിരുന്നു അവിടെ ഉണ്ടായത്. തെയ്യം കാണാൻ പോയാൽ ഉറക്കൊഴിഞ്ഞ് തെയ്യം ആവുന്നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ കാത്തിരുന്ന മൊമെൻറ്റ് ഏതാണ്ട് ആവാനായിട്ടുണ്ട്. എല്ലാത്തിനുമുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചെമ്മരുതി തറക്കലും തീയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ അസുരന്മാർ പെരുകി. അതുകാരണം സജ്ജനങ്ങൾ കഷ്ടപ്പെട്ടു തുടങ്ങി. ഇതിനു പരിഹാരം കണ്ടെത്തുവാൻ ചുഴലി ഭഗവതി മഹാവിഷ്ണുവിനെ സമീപിച്ചു. മഹാവിഷ്ണു ദുഷ്ടനിഗ്രഹത്തിനായി ഗന്ധർവനെ നിയോഗിച്ചു. ആ ഗന്ധർവൻ ഭൂമിയിൽ മായാമനുഷ്യനായി അവതരിച്ചതാണ് മന്ദപ്പൻ അഥവാ കതിവന്നൂർ വീരൻ ദൈവം. ഈ കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ അനുഷ്ഠാനത്തിൽ മന്ദപ്പൻ്റെ വീര്യത്തോടൊപ്പം ചെമ്മരത്തിയുടെ വിരഹവും ഭക്തിയും ആരാധിക്കപ്പെടുന്നുണ്ട്. അവർ പ്രണയത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ദൈവിക രൂപങ്ങളാണ്. ഇനി നമുക്ക് ദൈവത്തിൻ്റെ കുറച്ച് വഴിനടയെല്ലാം കേട്ടാലോ. കടമരിട്ട് പിടിച്ചിരിക്കമായ എൻ്റെ മക്കളെ എൻ്റെ വടക്കയിലെത്തും നിലനിന്നിരിക്കുന്ന ബന്ധം പോയി എൻ്റെ ദൈവീകമായിരിക്കുന്ന മടവിയെ ഭാവിച്ചുകൊണ്ട് ആത്മസ്നേഹത്തെ കളങ്കമില്ലാതെ മനസ്സുകൊണ്ട് ദൈവത്തെ ഭാവിച്ച് സ്നേഹിച്ചിരിക്കുന്ന ബന്ധം ദീർഘായുസ്സോടുകൂടി കതിവന്നൂർ വീരൻ തെയ്യത്തിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ മാത്രമാണിത്. ദൈവം എന്നത് ഭയങ്കര വിശാലമായ ഒന്നാണ്. അത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്നാലും കുറേ പേർക്ക് തെയ്യത്തിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.